രീതിയിലുള്ള സാരി ഇറങ്ങുന്നുണ്ടല്ലോ, സെമി സിൽക്ക്, കോട്ടൺ, ടിഷ്യൂ സിൽക്ക്. ഇതൊരു ടിഷ്യൂ സിൽക്കിൻ്റെ സാരിയാണ്. ഞാൻ ഓണം സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ വാങ്ങിയപ്പോൾ ഇതിൻ്റെ സൈഡൊന്നും അത്ര ശരിയല്ലായിരുന്നു, വിട്ട് പോരുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വർക്ക് ചെയ്യിപ്പിച്ചു. അപ്പം നമുക്ക് ഓണം കഴിഞ്ഞിട്ടാണെങ്കിലും മറ്റേതൊരു ഫംഗ്ഷൻ വേണ്ടി കൊടുക്കാമല്ലോ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വർക്ക് ചെയ്യിപ്പിച്ചു. അപ്പോൾ ആദ്യം ഏത് സാരിയാണെങ്കിലും കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ഏത് സ്ലിപ്പറാണ് യൂസ് ചെയ്യുന്നത് നോക്കുക. ആ സ്ലിപ്പറിനനുസരിച്ച് വേണം നമ്മളുടെ സാരിയുടെ ഇങ്ങനത്തെയുള്ള ലെങ്ത് നോക്കാനായിട്ട്. അപ്പോൾ ഓവറായിട്ട് ചെരുപ്പ് കഴിഞ്ഞിട്ട് നിൽക്കുകയോ ചെരുപ്പിന് മുകളിൽ നിൽക്കുകയോ ചെയ്യരുത്. കൂടുതലായിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തട്ടി വീഴാൻ സാധ്യതയുണ്ട്. കുറച്ചായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് വൃത്തികേടുമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും അതനുസരിച്ച് ആദ്യം ചെരുപ്പ് സെലക്ട് ചെയ്യുക. പിന്നെ നമ്മൾ അണ്ടർസ്കർട്ട് ഇടുക. അണ്ടർസ്കർട്ട് എപ്പോഴും നമുക്ക് ഒരു ഫിഷ് കട്ട് അണ്ടർസ്കർട്ടാണ് ഇന്ന് ഞാനിട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷേപ്പ് വെയർ കിട്ടും. ഷേപ്പ് വെയറാണ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഷേപ്പ് കിട്ടും. അപ്പോൾ അതാണ് സെലക്ട് ചെയ്യുന്നത് ഏറ്റവും ഉചിതം. എന്നിട്ട് നമ്മൾ അണ്ടർസ്കർട്ട് റൈറ്റ് സൈഡിൽ നന്നായിട്ട് ഇങ്ങനെ കെട്ടുക. ഓവർ ടൈറ്റ് ആക്കേണ്ട, എങ്കിലും ഒരുവിധം നല്ല ടൈറ്റ് ആക്കുക. നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന ടൈറ്റ് വേണ്ട. നമുക്ക് പറ്റുന്ന രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ടൈറ്റായിട്ട് അണ്ടർസ്കർട്ട് കെട്ടുക. കെട്ടിയിട്ട് നമ്മൾ സാരിക്ക് രണ്ട് വശമുണ്ടാവും, നല്ല വശവും ചീത്ത വശവും. അത് ആദ്യം ചില സാരിയുടെ പെട്ടെന്ന് മനസ്സിലാവില്ല. നമ്മൾ ഉടുത്തൊക്കെ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പോഴായിരിക്കും അയ്യോ ഇതല്ലല്ലോ, ഇത് മാറിപ്പോയല്ലോ എന്ന് തോന്നും. അപ്പോൾ നമ്മൾ ആദ്യം സാരിയുടെ ഏത് വശമാണെന്ന് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് സാരി ഡ്രേപ്പ് ചെയ്യാം. സാരി ഡ്രേപ്പ് ചെയ്യുമ്പോൾ എവിടെയാണ് അണ്ടർസ്കേർട്ട് നമ്മൾ കെട്ടിയത്, ആ കെട്ടിയതിന് നേരെ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരണം. ഈ ഭാഗം ഇതിങ്ങനെ ചെരിഞ്ഞൊന്നും വരരുത്, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരിക. നമ്മൾ സാരി ഉടുക്കുമ്പോൾ ഇവിടെ ഒരു കെട്ടിടാൻ ശ്രമിക്കുക. ഇവിടെ ഒരു കെട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാരി ഊരി പോരാതിരിക്കും. എന്നിട്ട് നമുക്ക് കറക്റ്റ് ആ ഒരു അണ്ടർസ്കേർട്ട് എവിടെയാണ് കെട്ടിയത് അവിടെ നേരെ ഇതിങ്ങനെ ടക്കിൻ ചെയ്യുക. ടക്കിൻ ചെയ്യുമ്പോൾ എപ്പോഴും നീറ്റായിട്ട് നമ്മുടെ അണ്ടർസ്കേർട്ടിൻ്റെ ആ ഒരു ലെങ്ത്തിൽ തന്നെ ടക്കിൻ ചെയ്യാം. ഇങ്ങനെ ഇത് ടക്കിൻ ചെയ്യുമ്പോൾ ഒരു കുറച്ച് പൊങ്ങിയിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ തട്ടി വീഴാതിരിക്കും. എന്നാൽ ഓവർ പൊങ്ങിപ്പോരാനും പാടില്ല, ഓവർ താഴാനും പാടില്ല. എന്നിട്ട് ഇങ്ങനെ ചുറ്റി മുന്താണിയുടെ നീളമാണ് നോക്കേണ്ടത്. മുന്താണിയുടെ നീളം എത്ര വരെ വേണമെന്ന് നോക്കാം. ഒരു പ്രാവശ്യം ഇങ്ങനെ റൗണ്ടായിട്ട് എടുക്കുക. റൗണ്ടായിട്ട് എടുക്കുമ്പോൾ താഴത്തെ ഭാഗം താഴെ തന്നെ വരാൻ ശ്രമിക്കുക. ഇങ്ങനെ റൗണ്ടായിട്ട് എടുത്തിട്ട് ഷോൾഡറിൽ വെച്ച് നോക്കുക. ഏകദേശം എത്ര ലെങ്ത്ത് വേണമെന്ന് നോക്കുക. എനിക്ക് ഏകദേശം ഈ ലെങ്ത്ത് മതിയാവും. അപ്പോൾ നീ ലെങ്ത്തിൽ നിന്നും കുറച്ച് താഴേക്ക് നിൽക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ലെങ്ത്ത് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു പിൻ വെച്ചിട്ട് നമ്മുടെ ലെങ്ത്ത് കറക്റ്റായിട്ട് നോക്കിയിട്ട് പിന്നെ സാരിയിൽ അടയാളമായിട്ട് കുത്തുക. പിന്നെ ബ്ലൗസിലേക്ക് സെക്യൂർ ചെയ്യുക. ഷോൾഡറിൽ നിന്ന് എടുത്തിട്ട് മുന്താണിയുടെ പ്ലീറ്റ്സ് നമ്മൾ റെഡിയാക്കുക. അപ്പോൾ ഈ വരുന്ന ഭാഗം ഇങ്ങോട്ടാണ്. ഇങ്ങോട്ട് മടക്കി ലാസ്റ്റ് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് മടക്കുക. ഇങ്ങനെ ഏകദേശം മടക്കി പ്ലീറ്റ്സ് എടുത്തിട്ട് ഈ ഭാഗം പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്യുക. പിന്നെ ഊരാനുള്ളതാണ്. ഇനി പിന്നെ ചിലർക്ക് പിന്നെ മുന്താണിയുടെ ലാസ്റ്റ് എൻഡിലേക്ക് ഇങ്ങനെ കുത്തി ഇടുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫോൾഡും വിട്ടിട്ട് നടുക്ക് മാത്രം കുത്തിയിട്ട് പിന്നെ അങ്ങനെ ലീവ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നമുക്ക് തന്നെ ഉള്ളെങ്കിൽ മുന്താണി പിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട്
ഒന്നെങ്കിൽ ഡോറിൻ്റെ മുകളിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ട് ഇവിടെ ഒരു ക്ലിപ്പോ എന്തെങ്കിലും വെച്ചിട്ട്, പേപ്പർ ക്ലിപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ബാക്കിത്തെ പ്ലീറ്റ്സ് എടുക്കാം. അല്ലെങ്കിൽ ഒരു ഹാങ്ങറിൻ്റെ മുകളിലിടാം. അപ്പം ഇവിടെ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ റെയിലിങ്സിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ ഒരു പിന്ന് സെക്യൂർ ചെയ്തിട്ട് ബാക്കിത്തെ പ്ലീറ്റ്സ് എടുക്കാൻ പോകുക. ഇപ്പോൾ വീട്ടിലൊക്കെ സാരി എടുക്കുമ്പോൾ ആരെങ്കിലും ഹെൽപ്പിനുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഹെൽപ്പ് ചോദിച്ചിട്ട് ഇങ്ങനെ പ്ലീറ്റ്സ് പിടിക്കാം. ഇതിപ്പോൾ ഞാൻ തനിയെ കൊടുത്തത് കൊണ്ട് ഇങ്ങനെ ഇവിടെ റെയിലിങ്സിൽ ഇട്ടിട്ട് ബാക്കിത്തെ പ്ലീറ്റ്സ് കൊണ്ട് ഒരു പിന്ന് സെക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഇതാണ് പിന്ന്. ആ പിന്നിൻ്റെ അവിടെ വരെ ഇങ്ങനെ പ്ലീറ്റ്സ് നന്നായിട്ട് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു ജസ്റ്റ് ഇങ്ങനെ ഇതാക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇരുന്നോളൂ. അത് ഇങ്ങനെയാണ് പ്ലീറ്റ്സ് എടുക്കേണ്ടത്. ആദ്യം നമ്മൾ ഒരു പിന്ന് ഇങ്ങനെ സെക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇതിൻ്റെ ലെങ്ത് അറിയാനായിട്ട്. ആ പിന്ന് ഊരിയിട്ട് നമ്മൾ എവിടം വരെ പ്ലീറ്റ്സ് എടുത്തു, അതായത് ആ പിന്നിൻ്റെ അതേ ലെങ്ത്തിലാണല്ലോ നമ്മൾ പ്ലീറ്റ്സ് എടുത്തത്. ഇവിടെ ആ പിന്ന് സെക്യൂർ ചെയ്യാം. എന്നിട്ട് ഈ പിന്ന് ഊരിയിട്ടാണ് നമ്മൾ ഷോൾഡറിൽ കുത്തണം. ഇവിടെയുള്ള പിന്ന് ഊരി എടുത്തിട്ട് നമ്മൾ ഷോൾഡറിലേക്ക് വെക്കാം. ഇത്ര ലെങ്ത്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ലെങ്ത്തിൽ നമുക്ക് പ്ലീറ്റ്സ് ഇങ്ങനെ കിട്ടി. ഇത് ഊരി, ഇതിപ്പോൾ ഞാൻ ഊരി ഇതിലേക്ക് കുത്തുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ബ്ലൗസ് ഇട്ട് കാണിക്കുമ്പോൾ ബ്ലൗസിലേക്ക് പിന്നെ കുത്തി സെക്യൂർ ചെയ്ത് കാണിക്കും. അപ്പോൾ ഇവിടെയാണ് ഏകദേശം ആ പിന്ന് വന്നിട്ട്. എന്നിട്ട് മുൻവശമെല്ലാം ഇങ്ങനെ നന്നായിട്ട് അറേഞ്ച് ചെയ്യുക. ഇത് ഓവർ ഇങ്ങോട്ട് പൊങ്ങിയും വരണ്ട, ഓവർ താഴ്ന്നും പോകണ്ട. അത്യാവശ്യം ഇങ്ങനെ ഒരു ലെവലിൽ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ട് ഇനി നമുക്ക് മുമ്പിലത്തെ പ്ലേറ്റ് എടുക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതുണ്ടല്ലോ ഫസ്റ്റത്തെ ഇത്, അത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നന്നായിട്ട് ഇത് വലിച്ച് പൊക്കിളിൻ്റെ താഴെ കൂടി വലിച്ച് ഇവിടെ സെക്യൂർ ചെയ്യുക. നന്നായിട്ട് അത് സെക്യൂർ ചെയ്ത് പിന്ന് വെച്ച് സെക്യൂർ ചെയ്യുക. പിന്നെ വയ്ക്കുമ്പോൾ നമ്മൾ സാരി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമ്പോൾ സാരി കീറാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു പൊട്ട് വെച്ചിട്ട് പൊട്ട് ഇതുമോ കുത്തുമോ അല്ലെങ്കിൽ ഈ സാരിയുടെ ഇതുമോ ഇവിടെ കുത്തിയാലും മതി. ഇവിടുന്ന് സാരി ഇങ്ങോട്ട് വലിച്ച് ഈ ഭാഗം നമുക്കിവിടെ നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. ഇത് ജസ്റ്റ് പൊക്കളിൻ്റെ നേരെ താഴെ കൂടി ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ പൊട്ട് കുത്തുകയാണ്. ഈ സാരി കീറി പോകാതിരിക്കും. ആ പൊട്ടിൻ്റെ മേലെ കൂടി പിന്നെ കൊണ്ടുപോയിട്ട് സാരി സെക്യൂർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ കുറച്ച് ഭാഗം വരും. അതിന് വേണ്ടി നമ്മൾ ഇവിടെ പ്ലീറ്റ്സ് എടുക്കാനായിട്ട് ഇവിടെ കുറച്ച് ഭാഗം വിട്ടിട്ട് ഇനി നമുക്ക് മുൻവശത്തെ പ്ലീറ്റ് എടുത്തു തുടങ്ങാം. ഈ ഭാഗം ഇങ്ങനെ കിടന്നോട്ടെ. ഇതിങ്ങനെ നമുക്ക് കുറച്ച് ഈ സൈഡിൽ ഫാറ്റും ഇത് ഫാറ്റ് അറിയാതിരിക്കാനും ഒരു ഷേപ്പ് കിട്ടാനും നമുക്കിവിടെ കുറച്ച് രണ്ടൊന്ന് പ്ലീറ്റ്സ് എടുക്കാം. അതിനുവേണ്ടി ഈ ഭാഗം അങ്ങനെ കിടന്നിട്ട് കുറച്ച് നീളം, ഇത്ര നീളം അവിടെ കിടന്നിട്ട് ബാക്കിയത്തെ ഭാഗം കൊണ്ട് നമുക്ക് പ്ലീറ്റ്സ് എടുക്കാം. ഇപ്പോൾ പ്ലീറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇത് കൈകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പ്ലീറ്റ്സ് ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കിടക്കും. ഈ പ്ലീറ്റ് എല്ലാം ഇങ്ങനെ ഉള്ളിലേക്ക് പോകാതെ ഒന്നൊന്ന് പതുക്കെ കുറച്ച് പുറത്ത് ഇങ്ങനെ കൊണ്ടുവരണം. ഇങ്ങനെ കൊണ്ടുവന്ന്
മൂന്ന് ഒരു പിന്ന്. ഇവിടെയും നമുക്ക് പിന്ന് കുത്താൻ വേണ്ടി ഒരു പൊട്ട് ഇതിങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാരി കീറാതിരിക്കും, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ. അപ്പോൾ പിന്നിൻ്റെ ആ പൊട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇതൊരു വലിയ പിന്നാണ്, കുറച്ച് വലിയ പിന്ന് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും. പിന്നിൻ്റെ ഉള്ളിൽ കൂടെ പിന്നെ ഈ പ്ലീറ്റ്സ് എടുത്ത ഭാഗം ജസ്റ്റ് താഴേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ കുറച്ച് ഭാഗം നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ ഭാഗത്ത് നമുക്ക് ഇങ്ങനെ ഞൊറി കൊണ്ടുവരാം. ഈ ഞൊറി ആദ്യത്തെ നമ്മൾ ഇവിടെ പൊട്ടുകുത്തിയിട്ടുണ്ടല്ലോ, ആ ഭാഗത്തേക്ക് തന്നെ ഈ പിന്ന് ഊരിയിട്ട് സെക്യൂർ ചെയ്യാം, അല്ലെങ്കിൽ ആ പിന്നിൻ്റെ മുകളിൽ മറ്റൊരു പിന്നോട് കൂടി നമുക്ക് സെക്യൂർ ചെയ്യാം. ആ പൊട്ടിൻ്റെ ഭാഗത്ത് തന്നെ പിന്ന് കുത്താൻ ശ്രദ്ധിക്കുക, അപ്പോൾ കീറാതിരിക്കും. കുറച്ച് ഭാഗം റിമൈനിങ് ഇത് വരും, ഇത് കുറച്ചുകൂടി ടൈറ്റ് ആക്കണം. അപ്പോൾ ഇനി മുൻവശത്തെ പ്ലീറ്റ് പൊക്കിളിൻ്റെ നേരെ വെച്ചിട്ട് ഉള്ളിലേക്ക് ടക്കിങ് ചെയ്യാം. ഇവിടെ കുറച്ച് ഭാഗം നമ്മൾ ഞൊറി എടുത്തതിൻ്റെ ഭാഗം ഇവിടെ ഉണ്ട്, അത് ഇങ്ങോട്ട് വലിച്ച് ഇതും കൂടി ടക്ക് ചെയ്തിട്ട് ഈ ഭാഗം എല്ലാം ഉള്ളിലേക്ക് നന്നായിട്ട് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുൻവശത്തെ പ്ലേറ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുന്താണി ശരിയാക്കണം. അതിങ്ങനെ കറക്റ്റായിട്ട് ഇത് കൊണ്ടുവന്നിട്ട് ഇത് ബ്ലൗസ് ഇട്ടിട്ട് സെക്യൂർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ബ്ലൗസ് ഇട്ടിട്ട് വരാം. അപ്പോൾ ഫൈനൽ ലുക്ക് നമുക്ക് കാണാം. ഇതാണ് എൻ്റെ സാരിയുടെ ഫൈനൽ ലുക്ക്. ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ്. അതിൻ്റെ പല പോരായ്മകളുണ്ടെന്ന് എനിക്കറിയാം. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പറ്റുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. ഇതാണ് ഇപ്പോൾ സാരിയുടെ ഫൈനൽ ലുക്ക്. ഇങ്ങനെയാണ്. അപ്പോൾ തനിച്ചു കൊടുത്തതിൻ്റെ പോരായ്മകൾ ഇതിൻ്റെ അകത്തുണ്ടാവും. കാരണം ബാക്സിലൊന്നും അത്ര പെർഫെക്റ്റായിട്ട് ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെതായി നിങ്ങൾക്ക് വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സഹായിച്ചാൽ നമുക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് കൊടുക്കാൻ പറ്റും. ഞാനേതായാലും തനിച്ചു കൊടുത്തു. പിന്നെ നമുക്ക് ഈ പ്ലീറ്റ്സ് ഒക്കെ ഒരു ഹെയർ സ്ട്രെയിറ്റ്നറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി പെർഫെക്റ്റായിട്ട് വരും. നിങ്ങൾ സമയമെടുത്ത് ഇതെല്ലാം നോക്കി വാച്ച് ചെയ്തതിൽ ഒത്തിരി താങ്ക്സ്.